ദിവസം പൂട്ടിയനെ കൊണ്ട് സനു 10 ദിവസം പൂട്ടിയ നാളെ കഴിയും ഗൈസ്. 10 വട്ടം പല സോറി ഗൈസ് 10 ദിവസം പൂട്ടിയനെ കൊണ്ട് 10 ദിവസം പൂട്ടിയനെ കൊണ്ട് എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സാനു ഒന്ന് നേരക്കിരി സാനോ വീഡിയോയിൽ എടുത്തോട്ടെ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. എന്ന് വെച്ചാൽ ചലഞ്ച് എന്താണെന്ന് സനുവിന് അറിയാമോ? അറിയില്ല, പറഞ്ഞു തരൂ. അമ്മ ഇതാ ആടുന്ന് എന്നാ മഞ്ഞൾ നന്നായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് എന്നാ ഇംഗ്ലീഷ് സംസാരിക്കാണ്ടിരിക്കുക. നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കും, അത് ഇംഗ്ലീഷ് അല്ലാണ്ട് മലയാളത്തിൽ മാത്രം വ്യാഖ്യാനിക്കുക. അമ്മ ഇതാടുന്ന് മഞ്ഞൾ ആകുന്നുണ്ട്. അമ്മേ കാര്യം പിടിയിട്ടില്ലേ? അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഞാൻ ആദ്യം മഞ്ഞൾ കഴിയുന്ന കാണിച്ചു തരാം ഗൈസ്. ഇതാ അമ്മ ഇവിടുന്ന് മഞ്ഞളായിക്കൊണ്ടിരിക്കുവാണ്. പണ്ട് 7 നൂറ്റാണ്ടിലുള്ള മഞ്ഞളാന്ന് തോന്നുന്നു. എല്ലാം പോയിപ്പോയില്ലേ? നമുക്ക് കാര്യം മനസ്സിലായില്ലേ ഇന്നത്തെ ചലഞ്ചിൻ്റെ? ഇനി ചൂടാണ്. ചാർലി ആടുന്ന കാര്യം ഉണ്ട്. മൂപ്പരെ ഇപ്പം അയച്ചിട്ടിട്ട് ഇപ്പം കൂട്ടിലാക്കിയുള്ളൂ. അതുപോലെ തന്നെ മഞ്ഞൾ എന്നാ വിരിച്ചിട്ടുണ്ട്. മഞ്ഞൾ എന്താ ഉണക്കാൻ വേണ്ടിയിട്ട് നല്ല വെയിലടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഭയങ്കര വെയിലാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഉച്ചക്ക് വീഡിയോ എടുക്കാന്ന് ചോദിച്ചല്ലേ സനു? എല്ലാവർക്കും 10 ദിവസം പൂട്ടിയനെ കൊണ്ട് സനു 10 ദിവസം പൂട്ടിയ നാളെ കഴിയും ഗൈസ്. 10 വട്ടം പല സോറി ഗൈസ് 10 ദിവസം പൂട്ടിയനെ കൊണ്ട് 10 ദിവസം പൂട്ടിയനെ കൊണ്ട് എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. അമ്മ ഒന്ന് ഓഫീസിൽ ലീവാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഉച്ചക്ക് വീഡിയോ എടുക്കുന്നതിനെ കൊണ്ട് നല്ല ക്ലിയർ ഉണ്ടാവും. കട്ടിയട്ടെ. അപ്പോൾ ഇനി അമ്മയും കൂടി വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ ചലഞ്ചിലേക്ക് പോകുന്നതായിരിക്കും. വലിയ ചലഞ്ച് ഒന്നല്ല, ചെറിയ ചലഞ്ചാണ്. നോ ഇംഗ്ലീഷ് സംസാരിക്കാണ്ടിരിക്കുക. ഇന്ന് രാവിലെ മുതൽ ഇപ്പോൾ ഉച്ച വരെ നടന്ന കാര്യങ്ങൾ നമ്മൾ കാണുന്ന മഞ്ഞൾ ചീക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വെയിലുണ്ടല്ലേ? അങ്ങനത്തെ ഗൈസ് ഇതാ അമ്മ ഇവിടെ എത്തിയിട്ടുണ്ട്. മഞ്ഞളൊക്കെ ചിക്കിയിട്ട് അപ്പോൾ ഇന്നത്തെ ചലഞ്ചിൻ്റെ അകത്തേക്ക് പോവാമേ. അപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കരുതെന്നാണ് ഇന്നത്തെ ചലഞ്ച്. ഇന്നത്തെ അല്ല, നമ്മളെപ്പോഴും ചലഞ്ചിൻ്റെ അകത്ത് എൻ്റെ പൈസ അല്ല എൻ്റെ പൈസ അല്ല എടുക്കല്. നമ്മൾ എന്താ ജയിക്കുന്ന ആൾക്ക്. അപ്പോൾ ഇന്നത്തെ പ്രൈസ് കൊടുക്കുന്ന അമ്മയാണ്. അമ്മേൻ്റെ ബാഗിൽ നിന്ന് പൈസ എടുത്തിട്ട് ഒരു 500 രൂപ. ഇന്ന് ജയിക്കുന്ന ആരാന്ന് വെച്ചാൽ ഓലിക്ക് പൈസ എടുക്കാം. എന്തൊന്നും പറയാത്ത ഇന്നത്തെ പ്രൈസ് അമ്മയാണ് സ്പോൺസർ ചെയ്യുന്നത്. നമുക്ക് എന്താണ് പറയാനുള്ളത്? അത് ഞാൻ തന്നെ ജയിക്കുന്നതാണ് അമ്മക്ക് തന്നെ എടുത്തുണ്ടോ, അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടിൽ ആരെങ്കിലും എടുത്തുണ്ടോ? അപ്പൊ പൈസ എടുത്തോ ഗൈസ്. 500 രൂപയാണ് ഇന്നത്തെ ക്യാഷ് പ്രൈസ് ആയിട്ട് കൊടുക്കുന്നത്. ജയിക്കുന്നതാണ് അമ്മക്ക് തന്നെ എടുത്തുണ്ടോ, അല്ലെ സനു? അല്ലെ നമ്മൾ വെക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് നേരെ മത്സരിക്കാം. അപ്പോൾ മത്സരിക്കാൻ പോകുന്നത് ആരാണ്? ഗോകുലാണ്. അപ്പൊ ചോദിച്ചോളൂ. എന്നെ ഇംഗ്ലീഷ് പറയാണ്ട് ഞാൻ ഉമ്മിക്കേരി ഗൈസ്. ഈ 500 എനിക്ക് വേണം. ഇന്ന് കുറച്ച് പരിപാടികളുണ്ട്. എണീറ്റ് എന്താ പറയാ, ഒരു കുണ്ട് പോലത്തെ സ്ഥലം, അതിലേക്ക് ഒരൊറ്റ ഇരിപ്പാണ് പറയാ. പല്ല് വെച്ച ഉമ്മിക്കേരി വിരല് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞ ചുട്ടാണ്. അത് ഇത് എന്ത് പോട്ടി തമ്പാക്ക്. ഇതിനമ്മ സോറി, ഇത് കാഴ്ച ശക്തി കൂടുതൽ കിട്ടേണ്ടിട്ടുള്ള സാധനം. എന്നാ അറിയാ, സൂക്ഷ്മദർശിനിന്നെല്ലാം പറയാം. കണ്ണട പുട്ടും കടന്നു ഞമ്മക്കെല്ലാം നിലത്തിട്ടല്ല. എനക്ക് കാണുന്ന വെച്ചാല് ഇത് അതിന്റെ അകത്താ, ഒരു ചെറിയ അതിന്റെ അകത്ത് ഒരു ഫുഡ് കഴിക്കുന്ന ഒരുപാട് ഹൈപ്പ് കൊടുത്ത് കയറി വന്നൊരു ഗൈസ്. അപ്പൊ വേറൊരു കയ്യിലെത്തിയിട്ടുണ്ട്. അടുത്തായിട്ട് ഗോപികാണ് മത്സരിക്കാൻ പോകുന്നത്. അപ്പൊ അതാ നടുവിലേക്ക് കയറിയിരിക്കും. ചോദിച്ചമ്മേ, ചോദിച്ചോ. രാവിലെ എത്ര മണിക്ക് എണീറ്റ്? 11:30. എങ്ങനെ സമയം നോക്കിയേ? ഞാൻ ഘടികാരത്തില്. ഇന്നലെ അലാറം വെച്ചില്ല? ഇല്ല. എന്താ വെക്കായിട്ടാ? രാവിലെ കഴിച്ചത്
രാവിലെ എന്നാ പുട്ട്. പുട്ട് ഏതിലയച്ചേ? എങ്ങനെ അയച്ചേ? ഞാൻ പാത്രത്തിലിട്ട്. ഏത് പാത്രം? ഒരു പാത്രം, പരന്ന ഒരു പാൽ. അത് എന്തുകൊണ്ടുള്ളതാ? ഗ്ലാസ് ആണോ? ഞാനല്ല ഉണ്ടാക്കി, എനിക്ക് കൗണ്ടർ ഏത് പാത്രത്തിലാ ഗ്ലാസ്? അമ്മ നെഞ്ചടിച്ച് കരഞ്ഞ പോലെ. അമ്മ ആദ്യം പറഞ്ഞ പാത്രത്തിലാന്ന് തോന്നുന്നു. ആ ഇന്ന് കുളിച്ചിനാ? ഇല്ല. ആദ്യം പറഞ്ഞ അതാ ഒരു മണം പാത്രത്തിലാണോ അല്ലെങ്കിൽ ഗ്ലാസ് പാത്രത്തിലാണോ? ഏത് പാത്രത്തിൽ? അമ്മ ആദ്യം പറഞ്ഞേ. ഏത് പാത്രം? അമ്മേത് ആദ്യം പറഞ്ഞ ആദ്യം തന്നെ. നലക്കീനങ്ങി ഞാൻ അലക്കി. എന്തില്? ബക്കറ്റ് പൊട്ടിച്ച്. അമ്മക്ക് എന്താ ഓടായിട്ടാണ് ഗൈസ്. ബക്കറ്റ് ഇംഗ്ലീഷ് ആണേ. അപ്പൊ ഗൈസ് അടുത്തതായിട്ട് അമ്മ മത്സരിക്കാൻ പോട്ടെ. നടുവിലേക്ക് കയറിയിരിക്കും. ഇന്ന് കൊല്ലണം അമ്മ. അമ്മ കൊണ്ടുപോയത് 500 രൂപയല്ല അമ്മേന്റെ അടുത്തുള്ളൂ. അടുത്തതായിട്ട് മത്സരിക്കാൻ പോകുന്നത് അമ്മയാണ്. അമ്മ എങ്ങനെ ഓഫീസിലേക്ക് നോക്ക്? 2 ചക്രയുള്ള വണ്ടി മതി. 2 ചക്രമുള്ള വണ്ടി വെച്ചതാ? അതാണ് ഇരുചക്ര. അത് വിളിച്ച് ഗൈസ്. അപ്പൊ വേറെ എന്നാ സനു ചോദിക്ക്, എങ്ങനെയാ അലക്കാൻ എങ്ങനെ വെള്ളം എടുത്ത്? കിണറിന് വലിച്ചെടുത്താ മതി. അല്ല പൈപ്പ് അല്ല പൈപ്പല്ല, അല്ല. വാച്ച് ഉണ്ടായില്ലേ നിങ്ങൾക്ക്? സമയം നോക്ക. വാച്ചല്ലേ? ഇല്ല, ഘടികാരത്തിൽ നോക്കിട്ട് പോകും. ഘടികാരുണ്ടാടാ. ഇത് വാച്ചല്ലേ? ഇംഗ്ലീഷ് ആദ്യം തന്നെ ഇനി പറഞ്ഞു കൊടുത്തിട്ട് എങ്ങനെയാണോ ഒരു ഇംഗ്ലീഷ് നേരെ പറയാനെടുത്തോരെ വരും. ആ വാച്ചാന്നുള്ളത്. എന്തോ എടുത്താ നിങ്ങള്? എങ്ങനെ ഞങ്ങള് ഓഫീസിലേക്കെല്ലാം പോക്ക്? ചേല എടുത്ത്. ചേല നിങ്ങള് ഇതിടല്ല? ചുണ്ടും വല്ല ഓരോന്നിടല്ല? കളർ അടിക്കില്ല? ഇല്ലേ ഇല്ല. അതിനെന്താ പറയാ? ഞാൻ ഇടില്ല. അതിനെന്താ ഇടുന്നേ? ഞാൻ ഉപയോഗിക്കാത്ത സാധനം. കണ്ണും വലോ? അതും ഇല്ല. ഇതെന്താ സാധനോ? ഇതെന്റെ മാല. ഇതെന്നാ? ഇത് കാശ്. മൈ ഗോഡ്. അമ്മ ഇന്ന് അകത്ത് മെല്ലെടുത്ത സാധനത്തിനെന്താ പറയാ? ഞാനൊന്നും ഇടില്ല. ഇപ്പൊ മാക്സി ഇട്ടില്ലേ? ഇതാ ഇതെന്താ പറയാ? അത് കണ്ണാടി. കണ്ണാടി വേറെ ചോദിക്ക വിലയോട് ചോദിച്ചിട്ടുണ്ട്. ഇതെന്ത് സാധന? ഇതൊരു പാത്രം. എന്തിന്റെ? ഒരു വട്ടത്തിലുള്ള പാത്രം, അത്രേ ഉള്ളൂ. എന്തിന്റെ? അതല്ലേ കുത്തി ചോദിക്കുന്നത്. മീൻ എന്തിനാ കൊണ്ടിടുന്നത്? ചില്ലിന്റെ പാത്രത്തിൽ. ഇന്നത്തെ എന്താ പറയണ്ടേ? ഇന്നത്തെ ഇത് ഈ ഇംഗ്ലീഷ് മാത്രം പറയാണ്ടിരിക്കുക എന്നുള്ള ഈ ചലഞ്ച് കണ്ടുപിടിച്ച എന്നെ അമ്മയാ. പിന്നെ പൈസ അമ്മയല്ല, ജയിച്ചതായിട്ട് ഉമ്മക്ക് എന്നെ അമ്മേന്റെ. നമ്മളിപ്പോ എങ്ങനെ ഈമേൽ ഇങ്ങനെ എളിഞ്ഞിരിക്കുന്നുണ്ടല്ലോ? എന്തുകൊണ്ടാ എന്റെ മേലെ ഇരിക്കുന്നത്? ഇരിക്കുന്നതാ? ചോദ്യം വ്യക്തമായില്ലാതെ തോന്നുന്നു. സമയം പിടിക്കുന്നുണ്ട്. ഒരു തലാട പോലത്തെ ഒരു സാധനം. തലാട എങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ കണക്കെ കിടക്കുന്ന സോഹനായിട്ട് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കേ. ഏറ്റവും ഇഷ്ടപ്പെട്ട പൂവേതാ? റോസാപ്പൂവല്ലേ? അല്ല. ഏതാ? ടൈം പിടിക്കുന്നുണ്ട്. മുല്ല. ആഹാ, മെഞ്ഞാണ് ഇവിടെ തീ കത്തിക്കാൻ എന്തെങ്കിലും പ്രശ്നം? ഒന്നുമില്ലല്ലോ. ശരിയാ, തീ കത്തിക്കുന്ന തീ വരുന്നില്ലല്ലോ. ഇല്ലല്ലോ, തീർന്ന പോയില്ലേനാ. തീപ്പെട്ടി വാങ്ങിച്ചേ. അപ്പൊ എന്താ പറയാ? അപ്പൊ ഗ്യാസ് ഇടുന്നേലു. അപ്പൊ ഇന്ന് അലക്കി എന്ത് വെച്ച്? ഒരു പൊടി ഇട്ടിട്ട്. മുന്നിൽ ഇംഗ്ലീഷ് പറഞ്ഞു കൊടുക്കും. ഞാൻ പറഞ്ഞു കൊടുത്താ എങ്ങനെയാ അലക്കിയേ? അതൊരു പാത്രത്തിൽ വെള്ളം എടുത്ത് അലക്കുന്ന പൊടി ഇട്ട്. നിങ്ങളെ പാത്രത്തിൽ തന്നെയാ ചോറും തിന്നല്? അലക്കുന്ന പാത്രം ഇത്. കുളിച്ചില്ലേ? കുളിച്ച്. എന്താ തലേ തേച്ചേ? തേങ്ങാപ്പാൽ. പാറ്റന്റെ 16 അല്ല എത്ര നേരം പാറ്റാമേ പറയാ? 18 20 25 അടവുകൾ പാറ്റി നോക്കിണ്ടാറുണ്ട്. പക്ഷെ അമ്മ ഇംഗ്ലീഷ് പറയാൻ ഒരു രക്ഷയില്ല. സന ഇനിയും ക്വസ്റ്റ്യൻ നമുക്ക് ഉണ്ടാക്കിട്ട് ചോദിക്കേ. അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കേ. അധികമായിട്ട് പനി വന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന ഗുളിക ഏതാ? പനീന്റെ മരുന്ന് ഏതാന്ന് ചോദിച്ചേ? അത് ഡോക്ടറോട് ചോദിക്കാം.
അങ്ങനെ ഗൈസ് ഇതാ 500 രൂപയുടെ ചലഞ്ചിൻ്റെ അകത്ത് അമ്മ ഇതാ അടി പതറിയിട്ട് ഇതാ ഇവിടെ വീണ് കിടക്കുന്നു പറയാം മുഖം നോക്ക് ഗൈസ്. അപ്പൊ ഇതാ എൻ്റെ ഒരൊറ്റ ക്വസ്റ്റ്യൻ്റെ അകത്ത് തന്നെ ഇതാ ഡോക്ടറോട് എന്ന് പറഞ്ഞു സാനു പൊട്ടിയില്ലേ പൈസ വാങ്ങിക്കോ. അപ്പൊ ഇതാ 500 രൂപയുടെ ചലഞ്ചിന്റെ അകത്ത് ഇതുവരായിട്ടും വിജയിക്കാൻ പിടിച്ചു നിന്നാ ഞാനല്ലേ അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി നമുക്ക് എന്താ ഈ 500 രൂപ ആർക്ക് കൊടുക്കണം എന്നുള്ള ഒരു എന്താ പ്രശ്നം വന്നിട്ടുണ്ട്. അത് അമ്മക്ക് തന്നെ കൊടുത്തേക്കാം. എന്താ കാരണം അമ്മ ഒരുപാട് നേരം മലയാളം തന്നെ പറയും, നമ്മൾ പെട്ടെന്ന് പൊട്ടി. അത് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ നമ്മൾ ഇതിൻ്റെ അകത്ത് കുറച്ചും കൂടി കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്നതായിരിക്കും. പണിഷ്മെന്റും വേണ്ടേ? വേണമെങ്കിൽ കുറച്ച് ഒച്ചത്ത് പറ. വേണമെങ്കിൽ കൊടുക്കാം. പണിഷ്മെന്റ് ആദ്യം സച്ചുവിന് കൊടുക്കണം, പിന്നെ സനുവിന് കൊടുക്കണം. അപ്പൊ ഇതുവരെയായിട്ട് ക്യാഷ് കൊടുക്കേണ്ട ആർക്കാന്നുള്ള ഒരു പിടുത്തം കിട്ടിക്കില്ല. പക്ഷെ നമ്മളിതാ ഒന്നും കൂടി എന്താ ചലഞ്ച് ഒന്ന് മാറ്റി പിടിക്കാൻ പോവാണ്. സനുവിനെന്താ അപ്പൊ ചലഞ്ച് ഒന്നും കൂടി മാറ്റി പിടിക്കാൻ പോവാണ്. ചലഞ്ച് ഒന്ന് ചേച്ചിന്റെ മുഖം ഒന്ന് നോക്കി. അപ്പൊ നമ്മൾ ഇന്നത്തെ ചലഞ്ചിന്റെ അകത്ത് 500 രൂപ ഇതായിരിക്കും കൊടുക്കേണ്ട നമുക്ക് പറ്റിയിട്ടില്ല, ആരും വിജയിച്ചിട്ടില്ല. സനു ഒന്നും മിണ്ടുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ ചലഞ്ച് ഒന്ന് മാറ്റി പിടിക്കാൻ പോവാണ്, ആരാ വിജയിക്കുക എന്നുള്ള. ഓരോരുത്തർക്കും ഓരോ ലെറ്റർ തരും. പെട്ടെന്ന് തന്നെ 5 പേരുകൾ പറയാം. അവരായിരിക്കും ഇന്നത്തെ 500 രൂപയുടെ വിജയി. നീ അമ്മക്കൊരു ലെറ്റർ പറയാം, അമ്മ എനിക്കൊരു ലെറ്റർ പറയാം, ഞാൻ നിനക്കൊരു ലെറ്റർ പറയും. ലെറ്റർ പറയുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ഇന്നത്തെ ചലഞ്ച് ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ 500 രൂപ അടിക്കുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ചലഞ്ചിലേക്ക് പോകാം. ശ്വാസം മുട്ടൂല്ലേ ഇതാക്കി പറഞ്ഞ. ഞാൻ അമ്മേനോട് ഒരു ലെറ്റർ പറയും, അമ്മ സനുവിനോട് ഒരു, സനു എനിക്കൊരു ലെറ്റർ തരും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചലഞ്ചിലേക്ക് പോകുന്നത്. ഞാൻ ആദ്യം ഒരു ലെറ്റർ പറയട്ടെ അമ്മേനോട്. ബി. അപ്പൊ ഞാൻ കൊടുക്കാല്ലേ. അപ്പൊ എസ്. ഞാനേ സ്റ്റാർട്ട് ചെയ്യാം. റെഡി 1 2 3 സ്റ്റാർട്ട്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എത്ര എണ്ണം പറഞ്ഞിപ്പോ? 5 എണ്ണം പറഞ്ഞു. ഞാൻ 5 എണ്ണം പറഞ്ഞു, നിങ്ങൾ ഒന്നും പറഞ്ഞില്ല. ഈ വളരെ തെറ്റിച്ചാണ്. എന്നിട്ട് എന്നോട് അറിയണം എക്സാടാ പറയേണ്ടത്. അതല്ലേ എന്തെല്ലോ മണ്ടത്ര പറഞ്ഞു. 5 എണ്ണം പറഞ്ഞിക്കാം. പറഞ്ഞു ബബി, ബിന്ദു, ബിനീഷ്, ബീന, ഭാസ്കരൻ. ഓക്കെ 5 എണ്ണം പറഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പൊ 500 രൂപ എടുക്ക്. ഞാള് കൈകൊണ്ട് പറഞ്ഞു പൊട്ടാ. അതായത് ഇന്നത്തെ ചലഞ്ചിന് അർഹനായിട്ടുള്ള വ്യക്തി ഗോകുലാണ്. അതുകൊണ്ട് എന്നാലും അതെങ്ങനെ അതന്നെ അവരുടെ അർഹനായിട്ടുള്ള വ്യക്തിക്ക് 500 രൂപ നമ്മളിവിടെ കേട്ടോ. ഓരോ പൈസക്ക് ചൂടുണ്ട് കേട്ടാ. ഇത്രയും കാലം നമ്മൾ രണ്ടാളും കൊടുത്താ. അപ്പൊ ഇത് 500 രൂപ നമ്മളിവിടെ കൊടുക്കാൻ പോവാണ്. 2 കൈ വെച്ച് കൊടുത്തു. 500 രൂപ എടുത്തിട്ട്. അപ്പൊ ഗൈസ് ഇന്നത്തെ ചലഞ്ചിന്റെ അത് അമ്മ ജയിച്ചിട്ടുണ്ട്. ഇന്നത്തെ ചലഞ്ചിന്റെ അകത്ത് അമ്മ വിജയിച്ചിട്ടുണ്ട്. എന്താ ഇന്ന് പറയട്ടെ, കുറഞ്ഞ സമയം കൊണ്ട് നല്ല ഉഗ്രനായിട്ടുള്ള ചലഞ്ച് ചെയ്യുന്നു. പൈസ അടച്ചിട്ട് പൈസക്ക് തൊടാൻ പോലും സമ്മതിക്കുന്നില്ല. സാനുവല്ല പൊട്ടി നാറി ഇവിടെ വെക്കുവാണ്. ഞാൻ ഒരുപാട് പ്രതീക്ഷ ഇവിടെ വന്നേനു. അപ്പൊ ഇതാ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവാണ്. ഇത്രയും ദിവസത്തെ വീഡിയോനെ പറ്റി നിങ്ങൾക്ക് എന്താ പറയാനുണ്ടോ? ഞങ്ങൾക്കൊന്നും പറയാനില്ല, തോറ്റു നിൽക്കുക. അധികമായിട്ടും ജയിച്ചിട്ടുള്ള സാധനമാണ്. അധികമായിട്ടും തോറ്റിട്ടുള്ളത് ഗോകുലാണ്. പറയാതെ വയ്യ അദ്ദേഹത്തിന്റെ ഹാർഡ് വർക്ക്. അതെ, ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട് ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നതിന്. അപ്പൊ നിങ്ങൾ എന്താ ഇത് ക്യാമറയിലേക്ക് നോക്കും, എന്തൊക്കെ ഒന്ന് ചെയ്യണം. അപ്പൊ ഒരുപാട് ഹാർഡ് വർക്ക് ക്യാമറയ്ക്ക് നടക്കുകയും ആ 2 ലേറെ കൊണ്ടായിരിക്കണം. അപ്പൊ എന്താ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് വീഡിയോ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. എന്താ സനുവിന് ക്ലാസ്സുള്ള നേരം അമ്മക്ക് ഉണ്ടാവും, അമ്മക്ക് ക്ലാസ്സുള്ള നേരം അല്ല അമ്മക്ക് ഓഫീസുള്ള നേരം എനിക്കുണ്ടാവും. അങ്ങനെ എന്താ കഷ്ടപ്പെട്ടുകൊണ്ടാണ് നമ്മളിങ്ങനെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ പരമാവധി സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അതുവരെ ബൈ ഗായ്സ്.